നമസ്കാരം, ഞാൻ വേണുഗോപാൽ, ഫോർട്ട് പെഡലേഴ്സ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. നിങ്ങളെല്ലാവരും പാലക്കാട് ഫോർട്ട് പെഡലേഴ്സ് പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു PRM എന്ന് പറയുന്നൊരു റൈഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിക്കവാറും ആൾക്കാർ കേട്ടിട്ടുണ്ടാവും ഓഡക്സ് ഇന്ത്യ നടത്തുന്ന PRM ഇവൻറ്റുകൾ. അപ്പോൾ അത് കേരളത്തിൽ 3 ക്ലബ്ബുകളാണ് ചെയ്യുന്നത്. ഒന്ന് കൊച്ചിയിലുള്ള കൊച്ചിൻ ബൈക്കേഴ്സ് ക്ലബ്ബ്, പിന്നെ കാലിക്കറ്റ് പെഡലേഴ്സ്, ട്രിവാൻഡ്രത്തുള്ള ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബ്ബ്. അപ്പോൾ ഈ ഒരു 3 ക്ലബ്ബുകളാണ് PRM ഇവൻറ്റുകൾ കേരളത്തിൽ നടത്തുന്നത്. അതായത് അവർക്കാണ് അതിനുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് ഫോർട്ട് പെഡലേഴ്സ് ആക്ച്വലി നടത്തുന്നത് ഈ PRMന് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള ലെവലിലാണ് ഈ 100 കിലോമീറ്റർ റൈഡുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ PRMൻ്റെ അതേ ഫോർമാറ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ PRMനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PRM നമുക്ക് ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആരാദ്യം ഫസ്റ്റ് എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല അവിടെ മാറ്റർ ആവുന്നത്. ഇത് റൈഡ് മിക്കവാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒരു 6 മണിക്കാണ്. ആ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ മീറ്റർ ഓടി തുടങ്ങുകയാണ്. പിന്നെ എത്ര കിലോമീറ്ററാണ് അതിനനുസരിച്ചിട്ട് അതിന് ഓരോന്നിനും ഓരോ ടൈം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 200 കിലോമീറ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 13.5 മണിക്കൂർ കൊണ്ടാണ് അത് ഫിനിഷ് ചെയ്യാനുള്ളത്. 300 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 20, 400 ആണെന്നുണ്ടെങ്കിൽ 27 മണിക്കൂർ. പിന്നെ 600ൻ്റെ റൈഡ്, 600 കിലോമീറ്റർ വരുന്ന റൈഡ് ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം, അതായത് ടോട്ടൽ ഒരു 40 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അത് ഫിനിഷ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള എൻഡ്യൂറൻസ് റൈഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ഈ 100 കിലോമീറ്റർ റൈഡുകൾ. അപ്പോൾ അത് PRMൻ്റെ ഓഡക്സ് ഇന്ത്യ തന്നെ 100 കിലോമീറ്ററിൻ്റെ ബ്രവേ പോപ്പുലർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു റൈഡ് സാധാരണ ചെയ്യാറുണ്ട്. പക്ഷെ അത് എനിക്ക് ഇപ്പോൾ ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബിൻ്റെ ആ ഒരു ഇവൻ്റ് ഈ അടുത്തായിട്ട് കഴിഞ്ഞു പോയത്. അപ്പോൾ ഇനി അത് അങ്ങനെയുള്ള PRMൻ്റെ അതേ ഫോർമാറ്റിലുള്ള ഒരു റൈഡ് പിന്നെ ഇപ്പോൾ അടുത്ത് വേറെ ഏത് ക്ലബ്ബും ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു ചാൻസ് എന്നുള്ള ലെവലിലാണ് ഞങ്ങളിത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാലക്കാടിൻ്റെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും കൊല്ലങ്കോട്. അതിൻ്റെ ഗ്രാമഭംഗിയും അതുപോലെ തന്നെ കൊല്ലങ്കോടിനോട് അനുബന്ധിച്ചിട്ടുള്ള ചിറ്റൂര്, അതേമാതിരി തന്നെ വടക്കാഞ്ചേരി, അങ്ങനെ ഉള്ള പാലക്കാടിൻ്റെ കംപ്ലീറ്റും ആ ഒരു മനോഹാരിത കവർ ചെയ്ത് വരുന്ന ഒരു റൂട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു PRMന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മനോഹാരിത മാത്രമല്ല, അവിടെ കുറച്ച് ചലഞ്ചസും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റും റോളിംഗ് ടെറൈനാണ്. ഒരു കയറ്റം, ഒരു ഇറക്കം, അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കയറ്റങ്ങളൊന്നുമില്ല. തുടക്കക്കാർക്കാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. തുടക്കക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തീരെ ഇപ്പോൾ ഇതുവരെയായിട്ട് ഒരു 10 കിലോമീറ്ററോ 25 കിലോമീറ്ററിൻ്റെ ഒക്കെ താഴത്തേക്ക് മാത്രമാണ് റൈഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 100 കിലോമീറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു 50-60 കിലോമീറ്ററൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്തിട്ടുള്ളത് ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 100 കിലോമീറ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റൈഡ് ഞങ്ങൾ ജനുവരി 12-ാം തീയതിയാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് മുന്നേ ഡിസംബർ 8-ാം തീയതി ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ചുരുങ്ങിയൊരു സമയം മാത്രമേ ഞങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാനും ബാക്കിയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണക്കാക്കിയിട്ട് ഞങ്ങളതിനെ ഡേറ്റ് മാറ്റിയിട്ട് ജനുവരി 12 ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ അടിയിലായിട്ട്, ഈ വീഡിയോൻ്റെ അടിയിലായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ഓൾ കേരള എല്ലാ ഭാഗത്തു നിന്നുള്ള റൈഡേഴ്സ് രജിസ്റ്റർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്കിൽ പോയിട്ട് രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത് ഏകദേശം 350 രൂപ മാത്രമാണ്. അപ്പോൾ അത് പേ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ട് ഒരു ഫോം കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഫോം കൊടുത്തിട്ടുണ്ടാവും.
അപ്പോൾ ആ ഫോമിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ഒരു ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, അപ്പോൾ നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഇതിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. അതോടുകൂടിയിട്ട് ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലായിട്ട് വിളിച്ചാലും മതി, ഞങ്ങൾ തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരെയും ആ ഒരു റൈഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ എൻഡ്യൂറൻസ് റൈഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് ഇനി ഞാനൊന്ന് പറഞ്ഞു പോകുന്നത്. എൻഡ്യൂറൻസ് റൈഡ് ആക്ച്വലി ചെയ്യുന്നത് നമ്മളുടെ ഒരു കപ്പാസിറ്റി, അത് എല്ലാ രീതിയിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ളൊരു ഫിറ്റ്നസ് ലെവൽ കൂട്ടുന്നതിന്, അതേമാതിരി തന്നെ നമ്മളുടെ ഒരു ടൈം മാനേജ്മെൻറ്റ്, അതിനുള്ളൊരു സ്കില്ല് കൂട്ടിത്തരും. അതേപോലെ തന്നെ നമ്മളെ മെൻ്റലി നമ്മൾ എത്രത്തോളം ഫിറ്റാണ് എന്നുള്ളതും കൂടിയും ഇത് തെളിയിപ്പിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൈഡ് 100 കിലോമീറ്ററിൻ്റെ റൈഡ് നമ്മൾ ഫിനിഷ് ചെയ്യാനുള്ളത് 7.5 മണിക്കൂറിൻ്റെ ഉള്ളിലാണ്. ഈ 7.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഒരു റൈഡ് പോകുമ്പോൾ എപ്പോഴും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം ചിലപ്പോൾ ഒരു 25-30 കിലോമീറ്ററിന് ശേഷം അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്ററിനൊക്കെ ശേഷം ഒരു ബ്രേക്ക് എടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോട്ടലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചായ കുടിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്ട്രാവയിൽ നോക്കുമ്പോൾ നമ്മൾ മൂവിങ് ടൈമാണ് എപ്പോഴും നമ്മളതിൽ കാണാറുള്ളത്. അപ്പോൾ മൂവിങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 100 കിലോമീറ്റർ മിക്കവാറും ഒരു 5.5 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഫിനിഷ് ചെയ്തിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇവിടെ അങ്ങനെയല്ല. ഈ PRMൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ആ റൈഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോട്ടൽ ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു 6 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മീറ്റർ ഓടി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നിങ്ങൾ ചായ കുടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഫോട്ടോസ് എടുക്കാനോ അതേമാതിരി തന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ബ്രേക്ക് എടുക്കുന്നതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ടോട്ടൽ ആ ഒരു 100 കിലോമീറ്റർ ഈ 7.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ സൈക്കിളിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, ചിലപ്പോൾ പങ്ക്ചറായി എന്ന് വരാം. അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമെല്ലാം നമ്മളിവിടെ കരുതി വെക്കണം. അതായത് നമ്മളൊരു ചെറിയതായിട്ടുള്ളൊരു മാർജിൻ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ളൊരു കാര്യമാണ് നോക്കാനുള്ളത്. നമുക്ക് അതിൻ്റെ ഇടയിൽ അത്യാവശ്യം വേണ്ട ഫോട്ടോ എടുക്കലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ ഒരു ടൈം മാനേജ്മെൻറ്റിനുള്ള ഒരു സ്കില്ല് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഈ തരത്തിലുള്ള എൻഡ്യൂറൻസ് റൈഡുകൾ. പിന്നെ അതേമാതിരി തന്നെ എൻഡ്യൂറൻസ് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സഹിഷ്ണുത. ഈ പറഞ്ഞ മാതിരി നമ്മൾ എത്രത്തോളം സഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് നമ്മളെ പരീക്ഷിക്കുന്ന ഒരു റൈഡാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മളുടെ ഈ സഹിഷ്ണുത കൊണ്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അങ്ങനെയുള്ളൊരു ഹാർഡായിട്ടുള്ളൊരു റൂട്ട് വഴി, അങ്ങനെ ഹാർഡല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എത്രത്തോളം നമ്മൾ ഹാർഡായിട്ട് നമ്മൾ പോകുന്നു അത്രത്തോളം ശരീരം അതിനെ റിക്കവർ ചെയ്ത് നമ്മളെ അതിനേക്കാളും കൂടുതൽ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കഴിവുള്ള ആൾക്കാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു റൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ നല്ല രീതിയിൽ വർദ്ധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു റൈഡ് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ ഒരു ചെറിയൊരു റൈഡ് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രത്യേകത ശരിക്കും തിരിച്ചറിയാൻ പറ്റും. നമ്മളുടെ ഹാർട്ട് കംപ്ലീറ്റും ഹാർട്ടിൻ്റെ കാർഡിയോ പൾമിനറി സിസ്റ്റം കംപ്ലീറ്റും ഒന്നുകൂടി എലിവേറ്റ് ആവും, ഒന്നുകൂടി കൂടുതൽ ഹാർഡായിട്ടുള്ള റൈഡുകളൊക്കെ ചെയ്യാൻ ഉള്ള രീതിയിൽ ഒന്ന് ഇതായിട്ട് വരും. പിന്നെ ശരീരത്തിൻ്റെ എനർജി സിസ്റ്റം കംപ്ലീറ്റും അത് ഒന്നും കൂടിയും നല്ല രീതിയിൽ ക്യാപ്പബിൾ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയറോബിക് ആയിട്ടുള്ള രീതിയിലുള്ള റൈഡുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനായിട്ട്, വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ ക്യാപ്പബിളാക്കി മാറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഗുണങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഉണ്ട്. അപ്പോൾ എൻഡ്യൂറൻസ് റൈഡ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുവരെയും സാധാരണ രീതിയിലുള്ള റൈഡുകളും കാര്യങ്ങളും മാത്രമേ ചെയ്ത് ശീലമുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഇത് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു റൈഡ് ജനുവരി 12-നാണ് 2025 ജനുവരി 12-നാണ് ഞങ്ങൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ ഈ റൈഡ് തുടങ്ങും. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ദിവസം തന്നെ നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇവിടെ ദൂരെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. കാര്യം എന്താ വെച്ചാൽ അതിന് തൊട്ട് മുന്നത്തെ ദിവസം ഒരു ബ്രീഫിംഗ് സെഷൻ ഉണ്ടാവും. അഥവാ അത് എത്തിപ്പെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇവൻറ്റിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കോർഡിനേഷനും എല്ലാം നമുക്ക് അതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ റൈഡ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴേക്കാണ് അവസാനിക്കുക. അപ്പോൾ അതിനുശേഷം സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ വിതരണം ചെയ്യും. പിന്നെ മെഡൽ വരുന്നത് ഒരാഴ്ച 1.5 ഒരു ടൈമിന് ശേഷം മാത്രമാണ്. അതായത് ഫിനിഷ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് മെഡൽ കിട്ടുക. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. പക്ഷെ മെഡൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് ഒരു 1-1.5 ആഴ്ചയ്ക്ക് ശേഷമാണ് വിതരണം ചെയ്യുക. അപ്പോൾ അത് ബൈ പോസ്റ്റിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റൈഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.